ഹായ് ഫ്രണ്ട്സ്, UGC നെറ്റ് JRF കൊമേഴ്സ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ബിസിനസ് ഫിനാൻസ് എന്ന സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിങ് ഏരിയ ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. വി വിൽ ഡിസ്കസ് ടുഡേ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. Repeated previous year question, most repeated PYQ. Okay. Repeated previous year question, so we will focus a lot of time here. Capital structure theories, business finance le capital structure theories പ്രധാനമായിട്ടും NI approach, NOI approach, traditional theory, Modigliani-Miller theory. These are the four theories involved in the capital structure. One by one ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. Try to understand what is capital structure. Capital structure refers to the debt and equity mix. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. Use earphone for better clarity. Capital structure refers to the debt and equity mix. Debt and equity mix. എത്രത്തോളം നമ്മൾ കടം വാങ്ങണം, അതുപോലെ തന്നെ എത്രത്തോളം ഡിബെഞ്ചർ വാങ്ങണം, ലൈക്ക് ദാറ്റ്, എത്രത്തോളം ബോണ്ട് വാങ്ങണം, അങ്ങനെ ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ എത്രത്തോളം ക്യാപിറ്റൽ നമ്മുടെ ഉള്ളിൽ വേണം, കമ്പനിയുടെ ഉള്ളിൽ വേണം. ദാറ്റ് കോമ്പിനേഷൻ, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി കോമ്പിനേഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തിയറികളുണ്ട്. റിലവന്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, ഇറിലവന്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഉണ്ട്. റിലവന്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയാൻ വേണ്ടി കഴിയുന്നത് NI അപ്രോച്ച്, ട്രഡീഷണൽ തിയറി. ഇർറിലവന്റ് കൺസെപ്റ്റിൽ പറയാൻ വേണ്ടി കഴിയുന്നത് MM അപ്രോച്ച്, NOI അപ്രോച്ച്. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ തിയറികളും പഠിക്കാം. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറീസ് ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡയഗ്രാം രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അസംഷൻസിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രോബ്ലമാറ്റിക്കൽ ആസ്പെക്ട്സിൽ നിന്ന് അധികം ചോദ്യങ്ങൾ ചോദിക്കാറില്ല. മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദ തിയററ്റിക്കൽ ആസ്പെക്ട്സ്, എസ്പെഷ്യലി the assumptions of concerned theories. Assumptions are repeated nature question. Okay, let me move on one by one. Okay, yes, capital structure theories one by one we will discuss. Long area, actually 2 slides only, but so much of time needed. Okay, let's see. Let's start with the first theory, net income approach, developed by David Durant. Name is very much important. The theory of net income approach is developed by David Durant. Okay, before the theory we should understand some points. What is KE, what is KO, what is KD? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും തിയറി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഈസ് KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്കിൽ 10% റിട്ടേൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദെൻ KO മീൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, ദാറ്റ് ഈസ് KO. ഫോർ എക്സാമ്പിൾ ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്നത് 15% റിട്ടേൺ ആണെങ്കിൽ 15% KO എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആണ് KO എന്ന് പറയുന്നത്. ദെൻ KD, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് KO എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബോത്ത് ആർ ഡിഫറെന്റ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബോത്ത് ആർ ഡിഫറെന്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആക്ച്വലി കൊടുക്കുന്ന റിട്ടേൺ. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. ദെൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കേണ്ട റിട്ടേൺ.
ബോണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഡിബഞ്ചർ, ബോണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ കമ്പനി കടം വാങ്ങിയിട്ടുണ്ടാവും. ഇവർക്കൊക്കെ കൊടുക്കേണ്ട റിട്ടേൺ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ദിസ് വൺ ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. യു ഷുഡ് thoroughly understand these three concepts. Then only you can understand these theories. Okay? One by one ആയിട്ട് നമുക്ക് ഓരോ തിയറികളും മനസ്സിലാക്കാം. Okay. First one, net income approach is relevant concept of theory. Relevant. What do you mean by relevant? Relevant concept വരുന്നതാണ് നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ റിലവൻറ്റ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ നമ്മുടെ കമ്പനിയുടെ വാല്യൂവിനെ, നമ്മുടെ കമ്പനിയൊക്കെ ബാധിക്കുന്ന ഡിസിഷൻസ് ആണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? Relevant concept of capital structure means the capital structure decisions which are affected the value of the firm. That is called the relevant concept. Relevant concept ഒരു തിയറിയാണ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. റിലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് തിയറിയാണ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഡുറാൻ. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ദെൻ ഇവിടെ പറയുന്ന ഒരു തിയറി, ഡേവിഡ് ഡുറാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. മോർ ഡെപ്റ്റ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ചുകൊണ്ട്, നോട്ട് ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കൂടുതൽ കടം വാങ്ങിയിട്ട്, അതായത് കൂടുതൽ ലിവറേജ്ഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ലിവറേജ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മോർ ഡെപ്റ്റ് മണി ഉപയോഗിച്ചുകൊണ്ട്, കൂടുതൽ കടം വാങ്ങുന്നതൊക്കെ കൂടുതലാക്കി കൂട്ടിക്കൊണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ കുറക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ, KO കണ്ടിന്യൂസ് ടു ബി ഡിക്രീസിങ്. ദാറ്റ്സ് പോയിന്റ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. KO continues to be decreasing. More debt proportion is used. Cost of capital reducing. Okay, more debt proportion is used, but cost of capital remains to be reducing. That's very much important. Then ഓരോ അസംഷൻസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. KD ലെസ് ദാൻ KE, എല്ലാ അസംഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന എല്ലാ പോയിന്റുകളും എഴുതി വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ സാധ്യത, പ്രീവിയസ് ഇയറിൽ ചോദിച്ചതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ചോദ്യങ്ങളാണ്. വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. KD ലെസ് ദാൻ KE ഫസ്റ്റ് അസംഷൻ ആണ്. KD ലെസ് ദാൻ KE. ഓക്കെ, KD ലെസ് ദാൻ KE, KEക്ക് താഴെയാണ് KD എന്ന് പറയുന്നത്. ഓക്കെ, KEക്ക് താഴെയാണ് KD എന്ന് പറയുന്നത് ഫസ്റ്റ് അസംഷൻ. ഓക്കെ, റൈറ്റ്? ആം ഐ റൈറ്റ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് താഴെയാണ്. ഏത് തിയറി പ്രകാരം? നെറ്റ് ഇൻകം അപ്രോച്ചിൽ. ഓക്കെ, KD and KE remains constant. One more. KD and KE remains constant. Constant means straight line. KD and KE is straight line. So KD and KE is more constant. That is constant proportion they are increasing. Constant proportion means what? KE 10 കൂടി കഴിഞ്ഞാൽ KD സെയിം പ്രൊപ്പോർഷൻ തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. That is KD and KE remain straight line. KE like this, KD like this, straight line means constant increasing, constant decreasing. That is KD and KE move on a same proportion. Then next KO changes means KO decreasing, cost of capital decreasing like this. Okay, then relevant concept of capital structure. Okay, then I will explain. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ശ്രദ്ധിച്ച് കേൾക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കുറച്ചുകൊണ്ട് കൂടുതൽ ഡെപ്റ്റ് പ്രൊപ്പോർഷൻ വാങ്ങിക്കൊണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, നോട്ട് ആക്ച്വൽ റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആയിട്ടുള്ള KO കുറക്കുന്നു. KO കുറച്ചിട്ട്
ഡെപ്റ്റ് പ്രൊപ്പോർഷൻ കൂട്ടുന്നു. ഡെപ്റ്റ് പ്രൊപ്പോർഷൻ കൂട്ടിക്കൊണ്ട് തന്നെ വരികയാണ്. ഡെപ്റ്റ് പ്രൊപ്പോർഷനിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നോക്കുക, ഡെപ്റ്റ് പ്രൊപ്പോർഷനിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ. സ്ട്രെയിറ്റ് ലൈൻ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഡിക്രീസ് ചെയ്യുന്നോ ഇൻക്രീസ് ചെയ്യുന്നില്ല. സെയിം പ്രൊപ്പോർഷൻ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുകയാണ്. ഡെപ്റ്റ് പ്രൊപ്പോർഷൻ കോൺസ്റ്റന്റ് ആയി കൂട്ടിക്കൊണ്ട്, അത് അവിടെയാണ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഡെപ്റ്റ് പ്രൊപ്പോർഷൻ കോൺസ്റ്റന്റ് ആയി ഇൻക്രീസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ടും നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം കൂട്ടുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് നെറ്റ് ഇൻകം അപ്രോച്ച്. അതായത് നമ്മൾ പുറത്തു നിന്ന് കൂടുതൽ പണം കടമായി വാങ്ങിക്കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടുന്നതിനെയാണ് എന്താ പറയുക, നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഇതൊക്കെയാണ്. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്കൻഡ് ടൈം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് നേച്ചറിൽ ചോദ്യമായതുകൊണ്ടാണ്. കെ ഡി ലെസ് ദാൻ കെ ഇ, കെ ഡി കെ ഇക്കും താഴെയാണ്. ഈ കർവ് നിങ്ങൾക്ക് വരച്ചു വെച്ചാൽ തന്നെ ഏകദേശം നമുക്ക് എക്സാമിന്റെ നിങ്ങൾക്കൊരു റഫ് പേപ്പർ തരുമല്ലോ. എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരു റഫ് പേപ്പർ തരും. കയറുന്ന സമയത്ത്, അതായത് എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു റഫ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും. ആ റഫ് പേപ്പറിൽ ഈ ഗ്രാഫ് വരച്ചു വെച്ചാൽ പെട്ടെന്ന് അതിന്റെ അസംഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ വരും. നമ്മൾ ഇതിങ്ങനെ പഠിച്ചു പോകുന്നതിനേക്കാളും അവിടെ ആ സമയത്ത് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ, നിങ്ങൾ ആ റഫ് പേപ്പറിൽ പെട്ടെന്ന് ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് അവിടെ തന്നിരിക്കുന്ന അസംഷൻസ് ഇങ്ങനെയായിരിക്കും. നെറ്റ് എക്സാമിൽ ഇങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ നെറ്റ് ഇൻകം അപ്രോച്ച്. അപ്പൊ നമുക്ക് ഈ കർവുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, കെ ഡി ലെസ് ദാൻ കെ ഇ. ഓക്കെ, കെ ഡി ലെസ് ദാൻ കെ ഇ. ദെൻ കെ ഇ ആണ് ഇവിടെ വലുത്, കെ ഡി ചെറുതാണ്. കെ ഡി ലെസ് ദാൻ കെ ഇ. ഓക്കെ, ദെൻ കെ ഡി കെ ഇ റിമെയിൻസ് കോൺസ്റ്റന്റ്. കണ്ടോ, കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, കെ ഡി കെ ഇ റിമെയിൻസ് കോൺസ്റ്റന്റ്. നോട്ട് ഒരു വേരിയേഷൻ ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. കെ ഇ സ്ട്രെയിറ്റ് ലൈൻ ആണ്, കെ ഡി സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദെൻ കെ ഒ ചേഞ്ചസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കെ ഒ ചേഞ്ചസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ് ഡെപ്റ്റ് പ്രൊപ്പോർഷൻ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടുന്നതിനെയാണ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുക. നെറ്റ് ഇൻകം അപ്രോച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടുക എന്നുള്ള പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടുന്നതായതുകൊണ്ട് നമുക്കതിനെ റിലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ അത് റിലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആവും. ഓർഗനൈസേഷന്റെ വാല്യൂ കൂട്ടുന്നില്ല എങ്കിൽ അത് ഇർറിലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആവും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് നെറ്റ് ഇൻകം അപ്രോച്ച്. One more point about net income approach: the risk perception of the investor. Note that very important point. Risk perception of an investor does not change. That is a repeating questioning area. I will explain that point. You don't worry about it. Okay. Risk perception of the investor cannot be changed or does not be changed. What do you mean by risk perception of the investor? നെറ്റ് ഇൻകം അപ്രോച്ചിൽ ഞാൻ എന്താണ് പറഞ്ഞത്? കൂടുതൽ ഡെപ്റ്റ് വാങ്ങിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കുന്ന തിയറിയാണ്. കൂടുതൽ ഡെപ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഫേമുകളൊക്കെ നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം എന്ത് ചെയ്യുക, ആ ഫേമുകളൊക്കെ വിചാരിക്കുന്നത് കൂടുതൽ ഡെപ്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആയിട്ട് അവർ കണക്കാക്കുന്നതേ ഇല്ല. റിസ്ക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു റിസ്ക് അവിടെ ഉണ്ട്. കൂടുതൽ ഡെപ്റ്റ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അവിടെ കൂടുതൽ ഡെപ്റ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ലാബിലിറ്റിയാണ് ആക്ച്വലി. അപ്പോൾ റിസ്ക് പെർസെപ്ഷൻ കാനോട്ട് ബി ചേഞ്ച്ഡ്. റിസ്ക് പെർസെപ്ഷൻ ഡസ് നോട്ട് ബി ചേഞ്ച്ഡ്. ഇവിടെ ഇൻവെസ്റ്ററുടെ റിസ്ക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. കാരണം ഹൈ റിസ്ക് ആണെന്ന് അവർക്കറിയാം. എങ്കിലും അവർ കൂടുതൽ ഡെപ്റ്റ് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, കൂടുതൽ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. That is, risk perception of the investor does not change in net income theory. These all are the assumptions. Okay. Only one thing that you should remember: KO continues to be falling or decreasing. Other KD and KE remains constant. That is constant increasing. Then next theory. I think we completed the net income approach theory well. Okay. Next one, net operating income theory. First you understand net operating theory is a relevant concept of capital structure or irrelevant concept of capital structure. Okay, relevant concept of capital structure or irrelevant concept of capital structure. Net operating income theory, NOI, net operating income theory.
is an irrelevant concept of capital structure. Irrelevant concept of capital structure. Net operating income approach is an irrelevant concept of capital structure. അതായത് ക്യാപിറ്റൽ ഡിസിഷൻസ് ഫേമിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഡസ് നോട്ട് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ ഓക്കെ. ഇവിടെ പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, നെറ്റ് ഇൻകത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പറയാൻ വേണ്ടി പറ്റും. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും സജസ്റ്റ് ചെയ്തത് ഡേവിഡ് ഡുറാൻഡ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. ഹിയർ ബോത്ത് ഡേവിഡ് ഡുറാൻഡ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഓൾസോ ബി റെക്കമെൻഡഡ് ബൈ ഡേവിഡ് ഡുറാൻഡ്. ഓക്കെ, ഈ തിയറിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. KD less than KE, same as in net income approach also. KD less than KE. KD less than KE. Yes, same one. KE ആണ് മുകളിലുള്ളത്, KD താഴെയാണുള്ളത്. Then KO remains constant. KO remains constant. KO remains constant. That's very important point. Cost of capital remains constant in net operating income theory. Here cost of capital decreasing, net income theory cost of capital decreasing, but net operating income theory cost of capital to be a straight line, constant. Okay, constant. But ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് ഏതാണ്? KE, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആക്ച്വൽ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ആക്ച്വൽ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ KE എന്തായിരുന്നു? നെറ്റ് ഇൻകം അപ്രോച്ചിൽ KE എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഹിയർ KE ഇൻക്രീസിംഗ്. ഓക്കെ, KE ഇൻക്രീസിംഗ്. ഹിയർ പറയുന്നത് ഡെപ്റ്റ് പ്രൊപ്പോർഷൻ ഒന്ന് കൂടുതലായിട്ട് ഉപയോഗിച്ചത് കൊണ്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ടോ നമ്മുടെ ഫേമിന്റെ വാല്യൂവിൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. ഫേമിന്റെ വാല്യൂവിൽ ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ഈ തിയറി. അതുകൊണ്ട് തന്നെ ഫേമിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യാത്ത തിയറി ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇർറിലവന്റ് കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഹിയർ ഇർറിലവന്റ് കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ദിസ് വൺ ഈസ് റിലവന്റ്, ദിസ് വൺ ഈസ് ഇർറിലവന്റ്. ഓക്കെ, ദിസ് വൺ ഈസ് റിലവന്റ്, ദിസ് വൺ ഈസ് ഇർറിലവന്റ്. ബോത്ത് ആർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിങ് ഏരിയ. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, കുറെ സമയം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ്. റിസ്ക്, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ലെറ്റ്സ് ട്രൈ ടു ആൻസർ. റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ഡസ് നോട്ട് ചേഞ്ച്. ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറയുന്നത്? ദിസ് തിയറി പ്രകാരമാണ്, നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരമാണ്. റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ഡസ് നോട്ട് ചേഞ്ച്. റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ഡസ് നോട്ട് ചേഞ്ച്. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും ഡെപ്റ്റ് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ഇവിടെ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. റിസ്ക് പെർസെപ്ഷൻ ഒന്നും മാറ്റം തന്നെ വരുന്നില്ല. ഒരു റിസ്ക്കും, അതായത് നമ്മളിപ്പോൾ 50,000 രൂപ പർച്ചേസ് ചെയ്യുന്ന 50,000 രൂപ കടമായിട്ട് വാങ്ങുകയാണ്, 1 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങുകയാണ്, 10 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങുകയാണ്. റിസ്ക് പെർസെപ്ഷൻ അവിടെ മാറുന്നതേ ഇല്ല. കടം വാങ്ങാനുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, മോർ ഡെപ്റ്റ് യൂസിങ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചിൽ. മോർ ഡെപ്റ്റ് യൂസിങ്, ഓൾസോ വൺ മോർ തിങ്, മോർ ഡെപ്റ്റ് യൂസിങ് ആൻഡ് KO, cost of capital remains to be decreasing, cost of capital decreasing and cost of debt constant be increasing. Okay, the opposite term is net operating income theory. Opposite KO എങ്ങനെയായിരുന്നു? നെറ്റ് ഇൻകം തിയറിയിൽ decreasing, KO here constant, then KE net income approachil constant, KE here increasing. Here cost of debt constant, here also be cost of debt constant. Only one assumption here is same, KD less than KE. That's all. Only one assumption is same, other assumptions are completely different or opposite. The assumptions I said in the net income approach is completely different as concerned to the net operating income approach. Okay, that's all. Next one.
ട്രഡീഷണൽ അപ്രോച്ച്. Okay. Traditional approach. We completed the net income and net operating income. Look carefully. Look the graphs and assumptions. Carefully see the assumptions. Repeated questioning area by heart ചെയ്ത് പഠിച്ചു പോകരുത്. So much of തിങ്സ് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. അതായത് കർവിനെ കുറിച്ചുള്ള ഒരു ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. സോ കെയർഫുള്ളി സീ ദ ഗ്രാഫ് ആൻഡ് ക്വസ്റ്റ്യൻ ഏരിയ. ഓക്കെ. Traditional approach is developed by Solomon Ezra. ഞാനിവിടെ എഴുതിയിട്ടില്ല. Yes, Solomon Ezra. Traditional approach developed by Solomon Ezra. It is a combination of net income and net operating income approach. Here. Carefully see. നെറ്റ് ഇൻകം അപ്രോച്ചിന്റെയും കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുക? ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. നെറ്റ് ഇൻകം അപ്രോച്ചിലെ എല്ലാ കാര്യങ്ങളും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിലെ എല്ലാ അസംഷൻസും ഇവിടെയും നമുക്ക് എഴുതാം. നെറ്റ് ഇൻകം അപ്രോച്ചിന്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് ബോത്ത് അസംഷൻസ് വി ക്യാൻ റിട്ടേൺ ഇൻ ട്രഡീഷണൽ അപ്രോച്ച് ഓൾസോ. നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചിൽ ബോത്ത് അസംഷൻസ് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ എക്സ്ട്രാ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദിസ് ട്രഡീഷണൽ അപ്രോച്ച്. Optimal capital structure can be found in traditional approach. That you should carefully observe that optimal capital structure. Okay, let's explain that concept. ഞാൻ പറഞ്ഞല്ലോ, നെറ്റ് ഇൻകം അപ്രോച്ചിന്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെയും കോമ്പിനേഷനാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുക. ലൈക്ക് ദിസ് വൺ, KD like a straight line, then slight increasing like this, slight increasing only. Okay, then KO decreasing. അതായത് ആദ്യം ഈ ഒരു ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടാവും, ഒരു പോയിന്റ്. ഈ പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് വരെ നെറ്റ് ഇൻകം അപ്രോച്ച് തിയറിയും ഈ ഒരു പോയിന്റിന് ശേഷം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് തിയറിയുമാണ് വരുന്നത് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം. രണ്ടിന്റെയും കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ പോയിന്റ് വരെ KO കുറഞ്ഞു വരികയാണ്, KO ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് നെറ്റ് ഇൻകം അപ്രോച്ചിലെ അസംഷനാണ് KO കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, KE എന്താണ് ചെയ്യുന്നത്? സ്ട്രേറ്റ് ലൈൻ. Here also be like a straight line. Then KD also be straight line. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച് ആണ്, ഇത്രയും പൊസിഷൻ വരുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് ആണ്. ദെൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നമുക്ക് നോക്കാം. KE റിമെയിൻസ് ഇൻക്രീസിങ് ആണ്, അല്ലെ? ഇവിടെ KE ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്, ഇൻക്രീസ് ചെയ്ത് പോകുന്നത് കാണാം. ദെൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ് പകുതിക്ക് അപ്പുറത്തോട്ട് വരുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ്. KO remains to be constant, not as much as constant but constant. Okay, then KD also be slight difference may be happen, but it is a combination of net income and net operating income approach. Okay, ഇതിന്റെ സെൻട്രൽ പോയിന്റിനെ നമുക്ക് നെറ്റ് ഇൻകം അപ്രോച്ച് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിന്റെ സെൻട്രൽ പോയിന്റിനെ നമുക്ക് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ആ പോയിന്റ് ആണ് ഏറ്റവും നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. കെയർഫുള്ളി ഒബ്സർവ് ദാറ്റ് ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫൗണ്ട് ഇൻ ട്രഡീഷണൽ അപ്രോച്ചിലാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫൗണ്ട് ചെയ്യുന്നത്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? ട്രഡീഷണൽ അപ്രോച്ച്. മേ ബി ക്വസ്റ്റ്യൻ ഹാപ്പൻസ്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫൗണ്ട് വെയർ? ട്രഡീഷണൽ അപ്രോച്ച് എന്ന ഓപ്ഷൻ തരാം, മോഡിഗിലാനി മില്ലർ അപ്രോച്ച് തരാം. ബട്ട് യു ഷുഡ് കെയർഫുള്ളി ഒബ്സർവ് ദാറ്റ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി ഫൗണ്ട് ഇൻ ട്രഡീഷണൽ അപ്രോച്ച്. ഓക്കെ,
traditional approach. This was the optimal capital structure, middle point of net income and net operating income approach. It is a midway of traditional approach, is a midway of net income and net operating income approach. Okay. One more theory, Modigliani-Miller approach. Before going to Modigliani-Miller approach, we can revise it. Traditional approach, net income approach, net operating income approach. These three approaches we are to be revised. Carefully revised. What are they? Net income, net operating income, traditional approach കൂടെ റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ചിലേക്ക് പോകാം. ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യുകയാണ്. കെയർഫുള്ളി സീ ഓൾ ദ അസംഷൻസ് ആർ വെരി മച്ച് ക്ലിയർ. ഓക്കെ. ഫസ്റ്റ് വൺ, നെറ്റ് ഇൻകം അപ്രോച്ചിലെ ആദ്യത്തെ അസംഷൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. വെരി കെയർഫുള്ളി സീ ദാറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റനിങ് ഏരിയ, സോ ഐ ലോട്ട് ഓഫ് ടൈം കൺസ്യൂമിങ് ഹിയർ. KD ലെസ് ദാൻ KE. ഫസ്റ്റ് അസംഷൻ. രണ്ട് അസംഷനിൽ വരുന്നതാണ് KD ലെസ് ദാൻ KE. ദെൻ KO changes in the net operating income approach. KO is decreasing. Here KO is constant. KE is constant in net income approach theory. KE is increasing. KD both are same, like a straight line, constant. Relevant concept of capital structure is net income approach. Irrelevant concept of capital structure is net operating income approach. Okay. One more thing. The risk perception of the investor does not change in net income approach. Net income approach എന്താണ് പറയുന്നത്? More debt proportion used and cost of capital continues to be decreasing. So more debt proportion is the tendency of investor in net income approach. That the tendency of the investor is debt proportion is more used and the cost of capital continues to be falling or decreasing. Here risk perception does not change. Okay. Then okay. Both are, I think it's clear. Lot of time I here consuming because of repeated questioning area. Try to focus it. Traditional approach, the midway of net income and net operating income theory. Midway, combination of net income and net operating income theory. Here we can see that the optimal capital structure. Okay, that's all. Then final one, Modigliani and Miller questioning area. Modigliani and Miller, both taxes exist and taxes not exist are included in the Modigliani-Miller approach. Both tax and in the absence of tax included in Modigliani-Miller approach. In the absence of tax and when taxes exist. ടാക്സ് നിലവിലുള്ള സമയവും അതുപോലെ തന്നെ ടാക്സ് ഇല്ലാത്ത കൺസെപ്റ്റും ടാക്സ് ഇല്ലാത്ത കാലത്തുള്ള കൺസെപ്റ്റും ടാക്സ് ഉള്ള കാലത്തുള്ള കൺസെപ്റ്റും ഒക്കെ എവിടെ ഡീൽ ചെയ്യുന്നുണ്ട്? മോഡിഗ്ലാനി-മില്ലർ തിയറിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അവിടെ ടാക്സ് ഒന്നും ഇല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ല, ഷെയർ വാങ്ങുന്ന സമയത്ത് എല്ലാം റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തൊരു തിയറിയാണ്. ആക്ച്വലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ് ഇല്ലാത്ത ഒരു കാലം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. പണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു തിയറി ആയിരിക്കാം. പക്ഷേ ഇത് ഇന്നത്തെ കാലത്ത് ടാക്സ് ഇല്ലാത്ത ഒരു ലോകമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് തിയറിയാണ്. ബട്ട് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ ഇസ് എ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓൺലി. ഓക്കെ, റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. റാഷണൽ ഇൻവെസ്റ്റേഴ്സ് മീൻസ് വാട്ട്?
Investors always try to alternatives. അതായത് ഒരു റാഷണൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരു റാഷണൽ കൺസ്യൂമേഴ്സ്, ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ റാഷണൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റാഷണൽ കൺസ്യൂമേഴ്സ്, നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഞാനൊരു റാഷണൽ കൺസ്യൂമേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനൊരു കടയിൽ പോയി എല്ലാ സാധനങ്ങളും നോക്കിയിട്ടൊക്കെ വാങ്ങുള്ളൂ. ഞാൻ ഒരുപാട് കടകളിൽ കയറി അവസാനം എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആദ്യം ഒരു കടയിൽ പോയി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, രണ്ടാമത് വീണ്ടും ഒരു കടയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മൂന്നാമത് വീണ്ടും ഒരു കടയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നാലാമത്തെ കടയിലേക്ക് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. റാഷണൽ കൺസ്യൂമേഴ്സ് ഓൾ ദ alternatives taken and finally we will choose. That is rational consumers. റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ ബി. ഷെയർ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ആൾട്ടർനേറ്റീവ്സ് ഒരുപാട് നോക്കിയിട്ട് അവസാനം നമ്മൾ സെലക്ട് ചെയ്യും. ദിസ് വൺ ഇസ് നോട്ട് ആക്ച്വലി എന്താ പറയുക, ഒരു ലൈക്ക് എ മിത്ത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പഠിച്ചില്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് ലൈക്ക് എ മിത്ത്, ഒരു കെട്ടുകഥയൊക്കെയാണെന്ന് പറയില്ലേ? അതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് തിയറിയാണ്. ദിസ് വൺ ഈസ് സെയിം ആസ് NOI അപ്രോച്ച്. NOI അപ്രോച്ചിലെ പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. NOI അപ്രോച്ചിൽ അതേ കൺസെപ്റ്റ് ആണ് വരുന്നത്. ലൈക്ക് KD is a straight line, KO like this, and KE is increasing. KD, KO are constant. KE is increasing. In which theory? Modigliani-Miller theory-യിലെ ആബ്സെൻസ് ഓഫ് ടാക്സിൽ. മോഡിഗ്ലാനി-മില്ലർ തിയറിയിലെ ആബ്സെൻസ് ഓഫ് ടാക്സിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിം ആസ് NOI അപ്രോച്ച്. NOI അപ്രോച്ചിലെ അതേ അസംഷൻസ് ആണ് ഇവിടെയും വരുന്നത്. നിങ്ങൾക്ക് എഴുതാം NOI അപ്രോച്ചിലെ അതേ ഗ്രാഫും അവിടെ വരച്ചു വെക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ മാത്രം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വേർ ടാക്സ് എക്സിസ്റ്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ് നമ്മൾ കണ്ടു NOI അപ്രോച്ച് ആണ്. NOI അപ്രോച്ച്. ഓക്കെ, NOI അപ്രോച്ച് സെയിം ആസ് NOI അപ്രോച്ച് മോഡിഗ്ലാനി-മില്ലർ തിയറിയിൽ. ഇനി നമ്മൾ ടാക്സ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സെയിം ആസ് നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിലെ സെയിം ആണെന്നാണ് പറയുന്നത്. സെയിം ലൈക്ക് ദിസ് തിയറി അസംഷൻ. ടാക്സ് ഉണ്ട് എങ്കിൽ ഈ അസംഷൻ ആണ് അവിടെ പ്രാവർത്തികമാവുക എന്നാണ് പറയുന്നത്. ലൈക്ക് ലിവറേജ്ഡ് ഫേം വാല്യൂ ഇസ് ഹയർ, അൺലിവറേജ്ഡ് ഓർ അൺലിവേർഡ് ഫേം വാല്യൂ ഇസ് ലോവർ. നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ എന്താ പറയുന്നത്? നെറ്റ് ഇൻകം അപ്രോച്ചിൽ എന്താ പറയുന്നത്? കൂടുതൽ ഡെപ്റ്റ് വാങ്ങുന്ന ഫേമിന് നല്ല വാല്യൂ ഉണ്ടാവും. കൂടുതൽ ഡെപ്റ്റ് വാങ്ങാനാണ് എപ്പോഴും ടെൻഡൻസി ഉണ്ടാവുക, കടം വാങ്ങാനാണ് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക. ദാറ്റ് ഈസ് ഹിയർ ഓൾസോ ബി സെഡ് ദാറ്റ് ലിവറേജ്ഡ് ഫേംസ് വാല്യൂസ് ഹയർ. കടം വാങ്ങുന്ന ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അധികം കടമൊന്നും വാങ്ങാത്ത ഫേം ആണെങ്കിൽ അവിടെ ലോവർ ആയിരിക്കും ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. അവിടെ ലോവർ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഹയർ വാല്യൂ ആയിരിക്കും ലിവറേജ്ഡ് ഫേമിന്. ലിവറേജ് കടം വാങ്ങാത്ത ഫേം ആണെങ്കിൽ അവിടെ വാല്യൂ കുറവായിരിക്കും. ലൈക്ക് നമ്മുടെ ഒരു ഡെപ്റ്റ് പ്രൊപ്പോർഷനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സെയിം ആസ് NI അപ്രോച്ച്. NI അപ്രോച്ച് പോലെയാണ് ഇവിടെ കർവുകളൊക്കെ വരിക. കർവ് ഈസ് ലൈക്ക് NI അപ്രോച്ച്. യു ക്യാൻ ഡ്രോ NI അപ്രോച്ച്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ വരുന്ന കർവ് NOI അപ്രോച്ച് പോലെയാണ് മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ചിൽ വരിക. ലൈക്ക് ദിസ് കർവ്. ഈ കർവാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ചിൽ വരിക. ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ NI അപ്രോച്ചാണ് വരിക. NI അപ്രോച്ചിലെ പോലെ തന്നെയാണ് ഇവിടെ വരിക, കർവ് വരിക. ഇൻ ദ ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡിഗ്ലാനി-മില്ലർ തിയറി. ഓക്കെ, one more thing is needed to understand. Arbitrage process. What do you mean by arbitrage process? Okay, once more ആർബിട്രേജ് പ്രോസസ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ഞാൻ മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച്, അതിന് മുമ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ട്രഡീഷണൽ അപ്രോച്ച് ഇസ് എ റിലവന്റ് കൺസെപ്റ്റ്. മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് ഇറലവൻസ് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇറലവൻസ് കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഇസ് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുന്നില്ല. ഇവിടെ ട്രഡീഷണൽ അപ്രോച്ച് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോറി like this. റിലവൻറ്റ് കൺസെപ്റ്റിൽ വരുന്നതാണ് നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ തിയറി. ഇറലവൻസ് കൺസെപ്റ്റിൽ വരുന്നതാണ് MM അപ്രോച്ച്, മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. Okay, we can conclude it.
Modigliani Miller approach, we can conclude it. After that, I will explain the arbitrage process. Wait. Okay. Who developed the traditional approach theory? Solomon Ezra. Okay. You should remember that point. Wait. Modigliani Miller approach la രണ്ട് concept ആണ് നമ്മൾ പറഞ്ഞത്. In the absence of tax and when tax exists. Absence of tax ആണെങ്കിൽ പറയുന്നത് അവിടെയൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ റാഷണൽ ആയിരിക്കും, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല, കോർപ്പറേറ്റ് ടാക്സ് ഇല്ല, ഒന്നുമില്ല. ഒരു കെട്ടുകഥ പോലെയുള്ള ഒരു തിയറിയാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ പറയുന്നത്. ഇത് സെയിം ആസ് NOI അപ്രോച്ച്. NOI അപ്രോച്ചിലെ പോലെ തന്നെയാണ് ഇതിന്റെ ഗ്രാഫുകളൊക്കെ വരിക. ഓക്കെ, ലൈക്ക് ഗ്രാഫ് യു ക്യാൻ ഡ്രോ ഇറ്റ് ഗ്രാഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ ഈ ഗ്രാഫ് തന്നെയാണ് അവിടെയും വരിക. ദെൻ ടാക്സ് എക്സിസ്റ്റ്, ടാക്സ് നിലവിലുണ്ട് എങ്കിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ലിവറേജ്ഡ് ഫേം വാല്യൂസ് ഹയർ, അതായത് ഡെപ്റ്റ് പ്രൊപ്പോർഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആണ്. അൺലിവേർഡ് ഫേം ഈസ് ലോവർ ആയിരിക്കും. അൺലിവേർഡ് ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ലൈക്ക് നെറ്റ് ഇൻകം തിയറി പോലെയാണ്. ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടാക്സ് ഉണ്ട് എങ്കിൽ മോഡിഗ്ലാനി മില്ലർ തിയറി. നോ ടാക്സ് ആണ് എങ്കിൽ ലൈക്ക് ദിസ് തിയറി. നോ ടാക്സ് ആണെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പോലെയാണ് ഇതിന്റെ ഗ്രാഫ് വരിക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഗ്രാഫ് വരിക. ദെൻ ആർബിട്രേജ് പ്രോസസ്. Arbitrage process. What do you mean by arbitrage? Carefully see what you mean by arbitrage. First of all, arbitrage process included in the Modigliani Miller approach. Modigliani Miller approach ലാണ് arbitrage process നെ കുറിച്ചൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. That's very important. Arbitrage process suggested in the Modigliani Miller approach, that you should carefully observe it. Arbitrage process. Okay. Simultaneous buying and selling of shares is called arbitrage process. നഷ്ടമുള്ള ഷെയറുകളൊക്കെ, ലോസ് ഷെയറുകളൊക്കെ സെല്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ബൈ പ്രോഫിറ്റ് മാറ്റേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ആർബിട്രേജ് പ്രോസസ്. നിങ്ങൾക്ക് നഷ്ടമുള്ള ഷെയറുകളൊക്കെ വിൽക്കുക, നിങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നുന്ന മറ്റ് ഷെയറുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ വിൽക്കുന്ന സമയത്ത് അതേ കാര്യം പർച്ചേസ് ചെയ്യുക കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം വിൽക്കുന്ന സമയത്ത് അത് വേറൊന്നും പർച്ചേസ് ചെയ്യുക കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. മോഡിഗ്ലാനി മില്ലർ അപ്രോച്ചിൽ സജസ്റ്റ് ചെയ്ത ആർബിട്രേജ് പ്രോസസ്സിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, simultaneous buying and selling of shares. That's very important point. Simultaneous buying and selling of shares is called arbitrage. Lost shares are selling, buy high profit shares. നല്ല പ്രോഫിറ്റ് ഉള്ള ഷെയറുകൾ വേറെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങുക. അതേസമയം simultaneous time നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ഷെയറുകളൊക്കെ വിൽക്കുകയും വേണം. That's all about arbitrage process suggested by Modigliani Miller approach സജസ്റ്റ് ചെയ്യുന്നുണ്ട്. Okay. These all are the theories. Okay, let's conclude. Okay. Conclude. Relevant concept of capital structure, net income approach and traditional theory. Irrelevant concept of capital structure, approach and NOI approach. Okay. Relevant concept എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ വാല്യൂനെ അഫക്ട് ചെയ്യുന്നു. ഇറലവന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാല്യൂനെ അഫക്ട് ചെയ്യുന്നില്ല. Yes. This assumption is common assumption. KD less than KE. Here KO changes. Here KE changes. Here KO changes. KO decreasing. Here KE increasing. Okay. Relevant concept of capital structure. Irrelevant concept of capital structure. This is a combination of traditional approach. Traditional approach എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഇൻകം അപ്രോച്ചിനെ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിനെ കോമ്പിനേഷൻ ആണ്. ദിസ് ഈസ് ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് suggested by two ways: absence of tax and when tax exists. Absence of tax is same as NOI approach.
NOI അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് പോലെ തന്നെയാണ്, സെയിം ആണ്. ആബ്സെൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന മോഡിഗ്ലാനി മില്ലർ അപ്രോച്ചിന്റെ കാര്യത്തിൽ വരുന്നത്. ദെൻ ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ സെയിം ആസ് NI അപ്രോച്ച്. ഓക്കെ, ആർബിട്രേജ് പ്രോസസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച്. Lot of time consuming here actually. Completed our session. Capital structure theories assumptions completed. Lot of time consuming because repeated questioning area. So I used more time here. Okay. Thank you for watching. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. UGC നെറ്റ് JRF കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.